കോടിക്കണക്കിന് വർഷങ്ങളുടെ ഇതിഹാസമുറങ്ങുന്ന മണ്ണ്, ആയിരക്കണക്കിന് ജന്തു സസ്യജാലങ്ങളുടെ അഭയകേന്ദ്രം, 4 സംസ്ഥാനങ്ങളുടെ ദാഹം തീർക്കുന്ന ജലസ്രോതസ്, 700 കിലോമീറ്ററിലേറെ നീണ്ടുകിടക്കുന്ന ഈ പ്രകൃതിദത്ത കവചം അരാവല്ലി മലനിരകൾ അരിഞ്ഞരിഞ്ഞ് ഇല്ലാതാകുമോ എന്ന ആശങ്കയിൽ നിന്ന് ഉയർന്ന പ്രതിഷേധ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ. സുപ്രീം കോടതിയുടെ ഒത്താശയോടെ കേന്ദ്ര സർക്കാർ ഖനന മാഫിയയ്ക്ക് വിട്ടുകൊടുക്കുന്നതിനെതിരെ സേവ് അരാവല്ലി എന്ന പേരിൽ ആരംഭിച്ച സമരം കൂടുതൽ ശക്തമായി വ്യാപിക്കുകയാണ്. ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെ പതിനായിരങ്ങളാണ് അരാവല്ലിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന അരാവല്ലി കുന്നുകൾക്ക് സുപ്രീം കോടതി പുതിയ നിർവചനം നൽകിയതാണ് പരിസ്ഥിതി പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഒരേപോലെ പ്രതിഷേധ മാർഗത്തിലേക്ക് നയിച്ചത്. പുതിയ നിർവചന പ്രകാരം തറനിരപ്പിൽ നിന്ന് 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിലുള്ള കുന്നുകളാണ് അരാവല്ലി മലനിരകളുടെ ഭാഗമായി കണക്കാക്കുക. 500 മീറ്ററിനുള്ളിൽ അകലം വരുന്ന 2ഓ അതിൽ കൂടുതലോ കുന്നുകളും അവയ്ക്കിടയിൽ വരുന്ന ഭൂപ്രദേശവും അരാവല്ലി കുന്നുകളായി കണക്കാക്കപ്പെടും. അതായത് ഈ നിർവചനത്തിനകത്ത് പെടാത്തവയൊന്നും അരാവല്ലി കുന്നുകളല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അരാവല്ലി കുന്നിനും മലനിരകൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ ഖനന വിലക്ക് കുന്നല്ലാത്തവയ്ക്ക് ബാധകമാക്കേണ്ടതില്ല. അങ്ങനെ നോക്കുമ്പോൾ നിലവിലുള്ളതിന്റെ 8.7% മാത്രമേ ഇനി അരാവല്ലിയായി കണക്കാക്കൂ. ബാക്കി 90%-ലേറെ ഭാഗവും പുതിയ നിർവചന പരിധിക്ക് പുറത്താകും. കാരണം അവയേറെയും പുൽമേടുകളും കുറ്റിച്ചെടികളും ചെറിയ കുന്നുകളുമാണ്. ഇവിടമെല്ലാം മൈനിങ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഇഷ്ടം പോലെ വിളയാടാനായി നൽകപ്പെടും. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭൂപ്രകൃതിയെ മരുഭൂമിവൽക്കരണത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിലും ഭൂഗർഭജലം നിറയ്ക്കുന്നതിലും താഴ്ന്നതും കുറ്റിച്ചെടികൾ നിറഞ്ഞതുമായ കുന്നുകൾ വഹിക്കുന്ന പങ്കിനെ ദുർബലപ്പെടുത്തുന്നതാണ് പുതിയ നിർവചനം. താർ മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നിന്ന് രാജ്യ തലസ്ഥാന മേഖലയെ സംരക്ഷിക്കുന്ന ഹരിത കവചം അപ്പാടെ തകർത്തെറിയപ്പെടുകയാണ് ചെയ്യുക. ചമ്പൽ, സബർമതി, ലൂനി നദികളിൽ നീരുറവ നിലനിർത്തുന്നതും ഈ മലനിരകളാണ്. അരാവല്ലിയുടെ ശോഷണം വലിയ കാലാവസ്ഥാ ദുരന്തങ്ങൾക്കും ഗുരുതരമായ വരൾച്ചയ്ക്കും വഴിയൊരുക്കുമെന്ന ഭീഷണിയാണ് നിലനിൽക്കുന്നത്. അരാവല്ലിയുടെ ഏതാണ്ട് 60%വും ഖനന മാഫിയയ്ക്കായി തുറന്നു കൊടുക്കപ്പെടുന്ന ആശങ്ക പരിസ്ഥിതി സ്നേഹികളും സാമൂഹ്യ ശാസ്ത്രജ്ഞരും അഭിഭാഷകരും രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ പങ്കുവെക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിന്റെ അരാവല്ലിയുടെ 35% പ്രദേശവും തകർന്നതായി പരിസ്ഥിതിവാദികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ 2006 മുതൽ രാജസ്ഥാൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്ന നിർവചനം പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്നും 1,47,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അരാവല്ലി നിരയുടെ 2% മാത്രമേ ഖനനത്തിന് സാധ്യതയുള്ളൂവെന്നുമാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വിശദീകരണം. സുപ്രീം കോടതി ഉത്തരവ് അരാവല്ലിക്ക് കൂടുതൽ സംരക്ഷണ കവചം തീർക്കുകയാണെന്ന് രാജ്യം ഭരിക്കുന്നവർ അവകാശപ്പെടുമ്പോൾ ഇക്കാലം അത്രയും സംഘപരിവാർ നിലപാടുകളെയും അജണ്ടകളെയും അനുകൂലിച്ച് വാദിച്ചിരുന്ന അർണബ് ഗോസ്വാമി പോലും ഈ വിഷയത്തിൽ കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കി രംഗത്തെത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. Water conflicts will intensify across Rajasthan, Haryana and Delhi NCR. The Prime Minister needs to intervene. വമ്പൻ കോർപ്പറേറ്റുകൾക്ക് ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കാനാണ് കേന്ദ്രം പുതിയ നീക്കം നടത്തുന്നതെന്ന് അർണബ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അർണബ് അടക്കമുള്ളവർ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഇനിയും കത്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റീൽ അവർക്കായി സമർപ്പിക്കുന്നു. ജംഗൽ തേരേ, പർവത് തേരേ, ബസ്തി തേരി.